ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജീസ് എന്ന മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിൻ്റെ രണ്ടാമത്തെ ബ്ലോക്കായ നെറ്റ്വർക്കിംഗ് ഫണ്ടമെൻ്റൽസ് ആൻഡ് സിസ്റ്റം സെക്യൂരിറ്റിയുടെ നാലാമത്തെ യൂണിറ്റ് സൈബർ ലിറ്ററസി ആൻഡ് എറ്റിക്വേറ്റ് ആണ്. ഇതിനുള്ളിലുള്ള കണ്ടന്റുകൾ സെർച്ച് എഞ്ചിൻ, ഗൂഗിൾ സ്കോളർ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ദെൻ ക്രെഡിബിലിറ്റി ഓഫ് ഓൺലൈൻ കണ്ടന്റ്സ് എന്നിവയാണ്. നമുക്ക് ഓരോ ടോപ്പിക്കുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല. എല്ലാവരുടെയും നിത്യജീവിതത്തിലും മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ കൈവശമുള്ളവരെല്ലാം സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിക്കാറ് പതിവാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റിൽ സംശയം ഉണ്ടെങ്കിൽ, ഒരു പുതിയതായിട്ടൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിലും, സ്മാർട്ട് ഫോൺ കയ്യിലുള്ളവർക്ക് മനസ്സിൽ പോകുന്നത് ഗൂഗിൾ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്ത് നോക്കാമെന്നാണ്. കൺസെപ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് സെർച്ച് എഞ്ചിൻ്റെ ഈ കാലഘട്ടത്തിലെ റിലവൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സെർച്ച് എഞ്ചിനുകളായിട്ടുള്ള ഗൂഗിള്, ബിങ്, യാഹു എന്നിവയൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിനുകളാണ്. 1990കളുടെ തുടക്കത്തിലാണ് സെർച്ച് എഞ്ചിൻ എന്ന കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഡയറക്ടറി ബേസ്ഡ് ആൻഡ് കീവേഡ് ബേസ്ഡ് സെർച്ച് സിസ്റ്റംസ് ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഡയറക്ടറി ബേസ്ഡ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റുകളുടെ ലിസ്റ്റുകൾ ഉണ്ടാവുകയും ആ ലിസ്റ്റുകൾ നോക്കിയിട്ട് ആ ലിസ്റ്റിൽ നിന്ന് കണ്ടന്റിനെ സെർച്ച് ചെയ്തെടുക്കുകയും അതുപോലെ തന്നെ യൂസർ ടൈപ്പ് ചെയ്യുന്ന കീവേഡിനെ ആസ്പദമാക്കിയുള്ള സെർച്ചുകളും. ഇന്നും അങ്ങനെ കീവേഡിനെ ബേസ് ചെയ്തുള്ള സെർച്ച് ഉണ്ട്. പക്ഷെ നമ്മളൊരു പ്രീ ഡിഫൈൻഡ് ഡയറക്ടറി ബേസ്ഡ് സെർച്ച് അല്ല ഇപ്പൊ നിലവിൽ ഫോളോ ചെയ്യുന്നത്. ആർക്കി, ലൈക്കോസ് എന്നിവ ആദ്യകാല സെർച്ച് എഞ്ചിനുകളാണ്. അതിലൊക്കെ ടെക്സ്റ്റ് ബേസ്ഡ് സെർച്ചസ് ആണ് നടന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഗൂഗിളിന്റെ സെർച്ച് സ്ക്രീനാണ് ഈ കാണുന്നത്. അതിൽ നമ്മൾ കീവേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്താണോ ആവശ്യമുള്ള കണ്ടന്റ് അതിന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ഗൂഗിൾ ആ കണ്ടന്റ് അവൈലബിൾ ആക്കി തരികയുമാണ് ചെയ്യുന്നത്. ഏതൊക്കെ വെബ്സൈറ്റുകളിലാണോ അത് അവൈലബിൾ ആയിട്ടുള്ളത് അത് സെർച്ച് ചെയ്യുകയും അത് ഡിസ്പ്ലേ ചെയ്ത് അനേകം റിസൾട്ടുകൾ നമുക്ക് കാണിച്ചു തരും അല്ലേ. അതിൽ നിന്ന് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ലിങ്കുകൾ നമ്മൾ എടുത്ത് ഉപയോഗിക്കുകയുമാണ് പതിവ്. ഗൂഗിള് നിലവിൽ വന്നത് 1998ലാണ്. ഗൂഗിളിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഗൂഗിള് പേജ് റാങ്ക് അൽഗോരിതം എന്നൊരു അൽഗോരിതം ഉപയോഗിക്കുന്നുണ്ട്. അത് സെർച്ച് റിസൾട്ടിനെ ആക്യുറേറ്റ് ആക്കാനും അത് റിലവന്റ് സെർച്ച് റിസൾട്ട്സിനെ ഡെലിവർ ചെയ്യാനും വേണ്ടി വളരെയധികം സഹായിക്കുന്ന ഒരു അൽഗോരിതമാണ് പേജ് റാങ്ക് അൽഗോരിതം എന്ന് പറയുന്ന ഗൂഗിളിന്റെ അൽഗോരിതം. ഇപ്പൊ ഗൂഗിളിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ എല്ലാവരും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതായതുകൊണ്ട് കൂടുതലായിട്ട് ഗൂഗിളിനെ കുറിച്ച് പറയേണ്ടതില്ല. എല്ലാവരും അത് ചെയ്തു നോക്കുക, അതാണ് സെർച്ച് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി മോഡേൺ സെർച്ച് എഞ്ചിനുകളിൽ നമുക്ക് അതിന്റെ ചില പ്രത്യേകതകൾ പറഞ്ഞാൽ യൂസർ ഇന്റന്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മോഡേൺ സെർച്ച് എഞ്ചിനുകൾ. അതായത് യൂസർ കൊടുക്കുന്ന കീവേഡോ മറ്റോ എന്താണെന്ന് നോക്കി മനസ്സിലാക്കി യൂസറിന്റെ ആവശ്യകത അനുസരിച്ചുള്ള കണ്ടന്റിനെ റെസ്പോൺസ് ആയിട്ട് കൊടുക്കുന്നു. അതാണ് ഈ അണ്ടർസ്റ്റാൻഡിങ് യൂസർ ഇന്റന്റ് എന്നുള്ളത് ഇപ്പോഴത്തെ മോഡേൺ സെർച്ച് എഞ്ചിൻസിന്റെ ഒരു പ്രത്യേകതയാണ്. സെക്കൻഡ് വൺ, ഡെലിവർ പേഴ്സണലൈസ്ഡ് റിസൾട്ട്സ്. ഇപ്പോൾ എന്താണോ യൂസറിന്റെ നീഡെന്ന് മനസ്സിലാക്കുകയും അതിന് ആസ്പദമായിട്ടുള്ള പേഴ്സണലൈസ്ഡ് റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ ക്വസ്റ്റ്യനുള്ള ആൻസർ ഡയറക്റ്റ് ആയിട്ട് തരികയും ചെയ്യുന്നു സെർച്ച് എഞ്ചിനുകൾ. കുറച്ച് ഫീച്ചേഴ്സ്, അഡീഷണൽ ഫീച്ചേഴ്സും കൂടെ ഇന്നത്തെ സെർച്ച് എഞ്ചിനുകളിൽ അവൈലബിൾ ആണ്. വോയിസ് സെർച്ച്, ഓട്ടോ കംപ്ലീറ്റ്, ദെൻ ഇന്റഗ്രേറ്റഡ് നോളജ് പാനൽസ്. ഇപ്പോൾ വോയിസ് സെർച്ച് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളെ മൈക്രോഫോൺ വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കീവേഡോ എന്തെങ്കിലും സെന്റൻസോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുക, അതിനെ ആസ്പദമാക്കിയുള്ള സെർച്ച്. ദെൻ ഓട്ടോ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സെന്റൻസോ മറ്റോ ടൈപ്പ് ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ തുടക്കം ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഹിസ്റ്ററിന്നോ മറ്റോ അതിന്റെ ബാലൻസ് ഓട്ടോ കംപ്ലീറ്റ് നമുക്ക് തന്നെ തരിക. അപ്പോൾ കൂടുതൽ ടൈപ്പിംഗ് കോംപ്ലക്സിറ്റി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ദെൻ ഇന്റഗ്രേറ്റഡ് നോളജ് പാനൽസ്. ഇന്റഗ്രേറ്റഡ് നോളജ് പാനൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ പ്രൊവൈഡ് എ ക്വിക്ക് സമ്മറി ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് പീപ്പിൾ, പ്ലേസ്, തിങ്സ്. അതിനെക്കുറിച്ചുള്ള നമ്മൾ സെർച്ച് ചെയ്യുന്ന കണ്ടന്റിനെ ആസ്പദമാക്കിയുള്ള ഒരു ക്വിക്ക് സമ്മറി
ഡെലിവർ ചെയ്ത് തരുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിനെയാണ് ഇന്റഗ്രേറ്റഡ് നോളജ് പാനൽസ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുള്ള സെർച്ച് എഞ്ചിനുകൾ യൂസറിന്റെ എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യുകയും അതുപോലെ തന്നെ ഉപയോഗിക്കാനുള്ള എളുപ്പം, ഈസ് ഓഫ് യൂസ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സെർച്ച് എഞ്ചിനുകൾ. ഇനി സെർച്ച് എഞ്ചിൻ ഇമ്പാക്റ്റ് ഓഫ് ഡെയിലി ലൈഫാണ്. അപ്പോൾ സെർച്ച് എഞ്ചിൻ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറയണമെങ്കിൽ ഒരു n നമ്പർ ഓഫ് യൂസസ് ഉണ്ടാവും. എങ്കിലും ഒരു ജനറലൈസ്ഡ് ഫോമിൽ ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം, അതൊക്കെ ഏരിയ എന്നുള്ളത്. അക്കാഡമിക് റിസർച്ചിന് വേണ്ടി, അക്കാഡമിക് സെർച്ചിങ്ങിന് വേണ്ടി, അതായത് ജേണൽസോ അല്ലെങ്കിൽ ബുക്സോ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഗൂഗിള് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിൻസ് ആയിട്ടുള്ള യാഹോ, ബിങ്ങോ ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ ജോബ് ഹണ്ടിങ്ങിന് വേണ്ടി കറക്റ്റ് ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തുള്ള കറക്റ്റ് ആയിട്ടുള്ള ജോബ്സ് കിട്ടുക, ജോബ് കണ്ടുപിടിച്ചെടുക്കുക, ജോബ് പോർട്ടലുകളിലൊക്കെ സെർച്ച് ചെയ്യുക, ഇതൊക്കെ നമ്മൾ സെർച്ച് എഞ്ചിൻസ് യൂസ് ചെയ്ത് ചെയ്യാറുണ്ട്. ദെൻ അനദർ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഫൈൻഡിങ് ലോക്കൽ സർവീസസ്. നമ്മൾ നിയർ ബൈ, നമ്മൾ ഏതെങ്കിലും ഒരു പുതിയൊരു സ്ഥലത്ത് ഇല്ലുകയാണ്, ഫൈൻഡിങ് നിയർ ബൈ റെസ്റ്റോറൻറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ആ ഗൂഗിൾ എടുത്ത് അപ്പോഴേ നമ്മൾ എന്ത് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന സെർച്ച് എഞ്ചിൻ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കും എവിടെയൊക്കെയാണ് പിന്നെ റെസ്റ്റോറൻറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്, അത് ഏത് കാറ്റഗറി റെസ്റ്റോറൻറ്റ്സ് ആണ്, അതെല്ലാം നമുക്കത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഫൈൻഡിങ് ഹോസ്പിറ്റൽസ്, ഡോക്ടേഴ്സ് ലിസ്റ്റ്, എക്സെട്ര എക്സെട്ര. ദെൻ ഷോപ്സ്, നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പ്, അങ്ങനെയെല്ലാം ലോക്കൽ സർവീസസിന് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സെർച്ച് ചെയ്താണ് ഇന്ന് കണ്ടുപിടിക്കുന്നത്. മറ്റൊരാളോട് ചോദിച്ച് മനസ്സിലാക്കുന്നതിനെക്കാട്ടി നമ്മൾ സെർച്ചിങ്ങിലൂടെയാണ് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എന്റർടൈൻമെന്റ്. നമ്മൾ എന്റർടൈൻമെന്റിന് മ്യൂസിക് സെർച്ച് ചെയ്യാനും വീഡിയോസ് സെർച്ച് ചെയ്യാനും അതുപോലെ തന്നെ ഗെയിംസ് സെർച്ച് ചെയ്യാനും എല്ലാം നമ്മൾ സെർച്ച് എഞ്ചിൻസ് ഉപയോഗിക്കാറുണ്ട്. മാത്രമല്ല ഈ സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിച്ച് യൂസേഴ്സിന് ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്താണ് ഇൻഫോംഡ് ഡിസിഷൻസ്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. ഒരു ഉദാഹരണത്തിന് ഒരു വെഹിക്കിൾ പർച്ചേസ് ചെയ്യാൻ, ബൈക്ക് ഓർ കാർ, ഒരു വെഹിക്കിൾ ഞാൻ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. അത് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഫീച്ചേഴ്സ് ഞാൻ ഉറപ്പായിട്ടും എന്ത് ചെയ്ത് നോക്കും, ഗൂഗിളിലെ പ്രത്യേകതകൾ, മറ്റുള്ള വെഹിക്കിളിനെ കാട്ടി അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ കോസ്റ്റ്, അതിന്റെ സർവീസ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്, മറ്റുള്ള കാര്യങ്ങൾ, അത് റിലേറ്റഡ് കോസ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും. ഒരു കമ്പാരിസൺ നടത്തും. നമ്മൾ മൊത്തത്തിൽ മറ്റുള്ള വെഹിക്കിളും ഇതുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ചാർട്ട് തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? നമ്മുടെ എന്താണോ നമ്മുടെ നീഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു കമ്പാരിസൺ. അപ്പൊ ഇതിങ്ങനെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചാർട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ഇന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവരും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു തീരുമാനത്തിലെത്തുക. ഈ ബൈക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഈ കാറ് കൊള്ളാം, അല്ലെങ്കിൽ ഈ വെഹിക്കിൾ കൊള്ളാം എന്ന്, ഇത് എനിക്ക് എൻ്റെ നീഡിന് പറ്റും, അല്ലെങ്കിൽ ഇതിന്റെ ഫ്യൂവൽ എഫിഷ്യൻസി ഇത്രയുണ്ട്, അപ്പൊ അല്ലെങ്കിൽ ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഇത്രയാണ്, ഇതിന്റെ അങ്ങനെ ഒരു n നമ്പർ ഓഫ് പ്രോപ്പർട്ടീസ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്കൊരു ഡിസിഷനിൽ എത്താനായിട്ട് സെർച്ച് എഞ്ചിൻസ് നമ്മളെ സഹായിക്കുന്നു. ഇതിനാണ് നമ്മൾ ഒരൊറ്റ ഇതിൽ ലൈനിൽ പറയുന്നത്, സെർച്ച് എഞ്ചിൻസ് വിൽ ഹെൽപ്പ് അസ് ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. അപ്പൊ ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കാനായിട്ട് യൂസേഴ്സിന്, അത് ഞാനിപ്പോ ഒരു വെഹിക്കിളിന്റെ കേസ് പറഞ്ഞാൽ മറ്റനേകം കാര്യങ്ങളിൽ ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കാനായിട്ട് സെർച്ച് എഞ്ചിൻസ് നമ്മളെ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പർപ്പസിന് നമ്മൾ സെർച്ച് എഞ്ചിൻസ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ റിസർച്ച് പേപ്പേഴ്സ്, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ സെർച്ച് എഞ്ചിൻസ് വളരെയധികം നമുക്ക് യൂസ്ഫുൾ ആകാറുണ്ട്. ഇങ്ങനെയെല്ലാം സെർച്ച് എഞ്ചിൻസ് നമുക്ക് തരുന്നതിനോടൊപ്പം തന്നെ ഇതിൽ നമുക്കൊരു ചലഞ്ചായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അനേകം കണ്ടന്റുകൾ, എ ലോട്ട് ഓഫ് കണ്ടന്റ്സ് ഇറ്റ് വിൽ ഡെലിവർ. അതിൽ നിന്ന് നമുക്ക് റിലവന്റ് ആയിട്ടും ജെന്യൂൻ ആയിട്ടും ഉള്ള കണ്ടന്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയൊരു ചലഞ്ച്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണ്, അത് നമുക്ക് നീഡി ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുകയും നമ്മളൊരു ഫർദർ റിസർച്ച് നടത്തി നമ്മൾ ഫൈനലൈസ് ചെയ്യുകയും വേണം. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട കൺസേൺ ആണ് സെർച്ച് എഞ്ചിനുകൾ യൂസ് ചെയ്യുമ്പോൾ ഉള്ള. അതുപോലെ മറ്റൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിക്കൽ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാനായിട്ട് നമ്മൾ സെർച്ച് എഞ്ചിൻസ് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു രോഗമുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു സിംറ്റം നമ്മുടെ ശരീരത്തിൽ കണ്ടു,
ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഉടനെ ഗൂഗിൾ എടുക്കും, എനിക്ക് ചുമയുണ്ട്, പനിയുണ്ട്, ജലദോഷമുണ്ട്, വേറെ എന്തെങ്കിലുമൊക്കെ സിംറ്റം ഉണ്ട്, അപ്പോൾ ഒരു 100 അസുഖങ്ങളുടെ ലിസ്റ്റ് കാണിക്കും ഇല്ലേ? ഒരിക്കലും അത് പാടില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ കൺസേൺഡോട് കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്ത് മാത്രമേ എടുക്കാവൂ. നമുക്കൊരിക്കലും ഒരു സെർച്ച് എഞ്ചിൻ നോക്കി നമുക്ക് നമ്മുടെ രോഗവിവരങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, നമ്മളോരോ കുറേ മെന്റൽ സ്ട്രെസ്സിലേക്കും പ്രോബ്ലംസിലേക്കൊക്കെ നമ്മളെ നയിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്യുന്നതിൽ ഒരു ചലഞ്ചാണ് പ്രധാനമായിട്ടും. അതൊക്കെ നമ്മൾ വൈസായിട്ട്, നമ്മൾ ഇന്റലിജന്റ് ആയിട്ട് നമുക്ക് ഏത് രീതിയിലാണോ ചെയ്യേണ്ടത് അങ്ങനെ തന്നെ ആക്ട് ചെയ്യുക. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ലീഗൽ ഒപ്പീനിയൻ എടുക്കേണ്ട സ്ഥലത്ത് ലീഗൽ ലോയേഴ്സിനെ കൺസൾട്ട് ചെയ്യുക. അല്ല നമ്മൾ ഒരിക്കലും ഒരു സെർച്ച് എഞ്ചിനെ ബേസ് ചെയ്ത് നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻസ് എടുക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല. ഇതൊക്കെയാണ് അതിലെ ഒരു ചലഞ്ചസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സെർച്ച് എഞ്ചിൻസ് ബിസിനസ് മാർക്കറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്ത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷോപ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ സെർച്ച് ചെയ്യും, റെസ്റ്റോറൻറ്റ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ സെർച്ച് ചെയ്യും. അപ്പം ഇതൊക്കെ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആണല്ലോ. ഇവൻ ഒരു കമ്പനി, നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം, നല്ലൊരു കമ്പനി നോക്കുന്നു. അപ്പോൾ ആരാണ് കുറേ നല്ല സോഫ്റ്റ്വെയർസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കമ്പനിക്കായിരിക്കും നമ്മൾ വർക്ക് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. ഇതിന്റെ ഏറ്റവും ഇത് ഓരോ കമ്പനിയുടെ പ്രത്യേകതകളൊക്കെ വെച്ച് നമ്മൾ സെർച്ച് ചെയ്യും. അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്യുമ്പം നമ്മുടെ കമ്പനിയെ ആ സെർച്ച് റിസൾട്ടിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ എവിടെ കാണിക്കണം? സെർച്ച് റിസൾട്ടിന്റെ ടോപ്പ് പ്രയോറിറ്റിയിൽ കാണിക്കണം. എന്നിട്ടേ കാര്യമുള്ളൂ. നമ്മളൊരു 25-ാമത്തെയോ 30-ാമത്തെയോ റിസൾട്ടായിട്ട് നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. നോക്കുന്ന ആള് വളരെ കുറച്ച് കണ്ടന്റുകൾ മാത്രമാണ് എന്ത് ചെയ്യുക? സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അയാൾ കൂടുതൽ 25-ഓ 30-ഓ അല്ലെങ്കിൽ 40-ാമത്തെയൊക്കെ ആയിട്ട് വന്നിട്ട് ചിലപ്പോൾ അത് യൂസ്ഫുൾ ആവണമെന്നില്ല. ആ സെർച്ചിൽ വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ കമ്പനി ടോപ്പ് 10-ലോ ടോപ്പ് 5-ലോ ഒക്കെ വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. അതെങ്ങനെയാ ശ്രമിക്കുക? അതിനുള്ളൊരു മെത്തേഡാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അപ്പൊ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസ്ഡ് ആണെങ്കിൽ അത് റിസൾട്ടിന്റെ ആ ഒരു മിനിമൽ നമ്പർ ഓഫ് തുടക്കത്തിൽ നിന്ന് ഒരു 10-ലോ 5-ലോ ഒക്കെ അത് നമുക്ക് എന്ത് ചെയ്ത് കാണിക്കാം? ലിസ്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. പക്ഷേ വെറുതെ നമ്മൾ ഒപ്റ്റിമൈസേഷൻ ചെയ്യാതെ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെ സെർച്ച് റിസൾട്ട്സിൽ ആദ്യത്തെ റിസൾട്ടുകളിൽ വരണമെന്നില്ല, നിർബന്ധമില്ല. ചിലപ്പം വരാം, പക്ഷെ അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. അതിൽ കീവേഡുകളുടെ എണ്ണം, കുറേ ഫാക്ടേഴ്സ് ആണ് ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിൽ അവർ നോക്കുന്നത്. ഈ യൂസർ സെർച്ച് ചെയ്യുന്ന കീവേഡുകൾ എത്ര ടൈംസ് ആ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, അതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ്. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇത് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത് ബിസിനസ്സിന് വളരെയധികം ഡെവലപ്മെന്റ് കൊടുക്കും, ഇംപ്രൂവ്മെന്റ് കൊടുക്കും. എങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സെർച്ചിലൊക്കെ ഫസ്റ്റിൽ വരികയാണെങ്കിൽ ആ കമ്പനിയുടെ ഡീറ്റെയിൽസിൽ കയറി നോക്കുകയും അതിലേക്ക് ബിസിനസ് കൺവേർട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത് കൊണ്ട് ബ്രാൻഡ് അവയർനെസ് കൂട്ടാൻ പറ്റും. അതൊരു പ്രത്യേകതയാണ്. ബ്രാൻഡ് അവയർനെസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് വാല്യൂ കൂട്ടാൻ പറ്റും. അതായത് പെട്ടെന്ന് സെർച്ചിലൊക്കെ വരുന്നത് കൂടുതൽ ടൈംസ് വരുന്നതിന് പബ്ലിക്കലി ഒരു താല്പര്യമുള്ള ഒന്നായി മാറും. ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും ഒരു കമ്പനി ആണെങ്കിലും കൂടുതൽ സെർച്ചിൽ അവൈലബിൾ ആകുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഒരു അവയർനെസ് കിട്ടാനും അതിന്റെ ബ്രാൻഡിങ് ഇംപ്രൂവ് ചെയ്യാനും പറ്റും. പിന്നെ ഹയർ കൺവേർഷൻ റേറ്റ്സ്. നമുക്കറിയാം, പരസ്യമില്ലാത്ത ഒരു പ്രോഡക്റ്റ് പോലും നമ്മൾ എന്ത് ചെയ്യാറില്ല? പർച്ചേസ് ചെയ്യാറില്ല. അത് എത്ര നല്ല പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞാലും അഡ്വർടൈസ്മെന്റ് ഇല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യാറില്ല? പർച്ചേസ് ചെയ്യാൻ പോകാറ്. കാര്യം വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് അവെയർ അല്ല, അതാണ് സത്യം. അഡ്വർടൈസ്മെന്റിൽ പറയുന്നതെല്ലാം സത്യമാണോ എന്നുള്ളതല്ല അവിടെ നോക്കുന്നത്. പക്ഷെ നമുക്കൊരു യൂസറിന് കിട്ടുന്ന ഒരു അവയർനെസ് ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ യൂസറുമായിട്ടുള്ള ഒരു ബന്ധം, പരസ്യം യൂസർ ഡെയിലി കാണുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അതുമായിട്ടൊരു മെന്റൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് പറയുന്നത്. അപ്പോൾ യൂസർ അവയർനെസ് കൂട്ടുന്നത് കൊണ്ട് കൺവേർഷൻ റേറ്റ്, ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലേക്ക് ആ യൂസറിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുന്നുണ്ട്. ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ യൂസർ വില്ലിങ് ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്തത് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ മറ്റുള്ള കമ്പനികളുമായിട്ട്
ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ വിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് നമുക്ക് ബ്രാൻഡ് വാല്യൂ കൂടുകയും നമ്മുടെ കൺവേർഷൻ റേറ്റ് കൂടുകയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റുള്ള കമ്പനിയെക്കാട്ടി നമുക്കൊരു എന്താണ് ഒരു മാർക്കറ്റിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത് കൊണ്ട് ഉള്ള ബെനിഫിറ്റുകൾ. അപ്പോൾ അത് പറഞ്ഞു വന്നത് ഡയറക്റ്റ് സെർച്ച് എഞ്ചിനുകൾ ബിസിനസ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഗുണപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ പേപ്പർ ക്ലിക്ക് എന്ന് പറയുന്ന പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ട്. അതായത് സെർച്ച് എഞ്ചിന്റെ റിസൾട്ട് പേജിൽ ആഡ്സ് കാണിക്കുക അല്ലെ അഡ്വർടൈസ്മെന്റ്സ് കാണിക്കുകയും അതിൽ യൂസർ ക്ലിക്ക് ചെയ്താൽ മാത്രം പേയ്മെന്റ് ചെയ്യാം. ഏജൻസികൾ അങ്ങനെയുള്ള ഏജൻസികളുണ്ട്. അതായത് യൂസറിന്റെ ഈ സെർച്ച് പേജിന്റെ അകത്ത് അഡ്വർടൈസ്മെന്റ് കൊണ്ടുവരികയും ആ അഡ്വർടൈസ്മെന്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം ആ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന ആളുകൾ പേ ചെയ്താൽ മതി എന്നുള്ള അതൊക്കെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് നിലവിൽ. അപ്പൊ അങ്ങനെയും റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന മീഡിയേഷൻ ഉള്ള ആളുകളുണ്ട് അതിൽ. അങ്ങനെ ഈ പേപ്പർ ക്ലിക്കിലൂടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നവര്. അതിൽ അഡ്വർടൈസ്മെന്റ് ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് നമ്മുടെ ഈ സെർച്ച് എഞ്ചിൻസിലെ. ദെൻ നീഡ് ഫോർ സെർച്ച് എഞ്ചിൻസ്, സെർച്ച് എഞ്ചിന്റെ ആവശ്യകതയാണ് അടുത്തത്. സ്റ്റേയിങ് അപ്ഡേറ്റഡ് വിത്ത് SEO ബെസ്റ്റ് പ്രാക്ടീസസ്, അതായത് സെർച്ച് എഞ്ചിന്റെ ബെസ്റ്റ് പ്രാക്ടീസസിനെ കുറിച്ച് നമുക്ക് അപ്ഡേറ്റഡ് ആയിരിക്കാൻ സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ദ യൂസർ ഇന്റന്റ്, യൂസറിന്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കാൻ സെർച്ച് എഞ്ചിൻ നമുക്ക് ഉപയോഗപ്പെടുന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നുണ്ട്, ഇൻഡയറക്റ്റ് ആണെങ്കിൽ കൂടിയും അവിടെ ഒരു ഡേറ്റ അനലിറ്റിക്സിനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. അതായത് ഈ സെർച്ച് എഞ്ചിനുകൾ വഴി യൂസർ സെർച്ച് ചെയ്യുന്ന ആ യൂസറിന്റെ ഒരു അക്കൗണ്ട് ഉണ്ടാവുമല്ലോ, ഗൂഗിൾ അക്കൗണ്ടോ ഏതൊരു അക്കൗണ്ടോ, ആ അക്കൗണ്ട് വഴി സെർച്ച് ചെയ്യുന്ന കണ്ടന്റുകളെ ബേസ് ചെയ്തിട്ട് ഒരു ബിസിനസ് ആ യൂസറിന്റെ താല്പര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ആ യൂസറിന്റെ സെർച്ച് ഡേറ്റയൊക്കെ വെച്ചിട്ട് ഹിസ്റ്ററി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അനലിറ്റിക്സ് നടത്തിയിട്ട് അവിടെ ഒരു ബിസിനസ് കൺസെപ്റ്റ് അവിടെ കൊണ്ടുവരാം. ഡേറ്റ ഏതാണ്, ആൾക്ക് താല്പര്യമുള്ള പ്രോഡക്റ്റുകൾ ഏതാണ്, അതിന്റെ അഡ്വർടൈസ്മെന്റ് കാണിക്കുക, അതിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യിപ്പിക്കുക. അതൊക്കെയാണ് ഡേറ്റ അനലിറ്റിക്സിൽ ഈ അഡ്വർടൈസ്മെന്റും അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഡേറ്റ അനലിറ്റിക്സും. നെക്സ്റ്റ് വൺ, പ്രൈവസി ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻസ്. ഈ സെർച്ച് എഞ്ചിൻസ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രൈവസി ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻസ് ആണ്. സെർച്ച് എഞ്ചിൻസ് വിൽ കളക്ട് വാസ്റ്റ് എമൗണ്ട് ഓഫ് യൂസർ ഡേറ്റ. അതായത് സെർച്ച് ചെയ്യുന്ന കണ്ടന്റ് എല്ലാം ഉറപ്പായിട്ട് ഹിസ്റ്ററിയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്താലും സെർച്ച് എഞ്ചിൻ പ്രൊവൈഡേഴ്സിന്റെ കയ്യിലൊക്കെ അവരുടെ റെപ്പോസിറ്ററിയിലൊക്കെ ആ ഡീറ്റെയിൽസ് ഉണ്ടാകും. അപ്പൊ സെർച്ച് ഹിസ്റ്ററി, ലൊക്കേഷൻ ഡേറ്റ, പേഴ്സണൽ പ്രിഫറൻസസ്, ഇതൊക്കെ അവർക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഒരു ടൈലേർഡ് സെർച്ചിനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റും എന്നുള്ളതൊരു വാസ്തവമാണെങ്കിൽ കൂടിയും കുറച്ച് ഒരു പ്രൈവസി ഇഷ്യൂസ് അവിടെ, പ്രൈവസി ആൻഡ് എത്തിക്, ഇത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാതെ ഇത് മറ്റുള്ള ആളുകൾക്ക് നമ്മുടെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂയിലേക്ക് പോകും, അല്ലെങ്കിൽ വലിയൊരു കൺസേണിലേക്ക് പോകും. യൂസറിന്റെ പ്രൈവസിയുടെ മേലുള്ള വലിയൊരു ഒരു അറ്റാക്കിലേക്ക് പോകും അങ്ങനെയുള്ള ഡേറ്റ ഷെയർ ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്താൽ. അതുപോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി റെഗുലേറ്ററി റിക്വയർമെന്റ്സ് മെറ്റ് ചെയ്യുക എന്നുണ്ട്. അതായത് ഈ സെർച്ച് എഞ്ചിൻ പ്രൊവൈഡേഴ്സ് ഗവൺമെന്റ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എത്തിക്കൽ പ്രാക്ടീസസ് ബിൽഡപ്പ് ചെയ്യുക. അതൊക്കെ വളരെ അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഒരു യൂസർ ട്രസ്റ്റ് നിലനിർത്തി പോകാൻ പറ്റുന്നത്. അപ്പൊ യൂസർ ട്രസ്റ്റ് നിലനിർത്തിയാൽ മാത്രമാണ് കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യാനായിട്ട് ആ സെർച്ച് എഞ്ചിൻസ് ഉപയോഗിക്കുക. നെക്സ്റ്റ് വൺ ഈസ് ഗൂഗിൾ സ്കോളർ. ഗൂഗിൾ സ്കോളർ എന്ന് പറയുന്നത് ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിന്റെ ഒരു അക്കാഡമിക് കൗണ്ടർ പാർട്ട് ആണെന്ന് നമുക്ക് പറയാം. ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ഒരു ജനറൽ സെർച്ചിന് വേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിൽ നമ്മൾ ഗൂഗിൾ സ്കോളർ ഒരു അക്കാഡമിക് സെർച്ചിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് മെയിൻലി ഇറ്റ് ഫോക്കസസ് ഓൺ repositories like publishers, universities, then scholarly websites. അപ്പൊ ഇങ്ങനെയുള്ള അക്കാഡമിക് ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ പബ്ലിഷേഴ്സോ മറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഡാറ്റാബേസോ
അല്ലെങ്കിൽ സ്കോളർലി വെബ്സൈറ്റ്സോ ഒക്കെ ആയിരിക്കും ഇത് ഡേറ്റയുടെ റെപ്പോസിറ്ററി ആയിട്ട് ഗൂഗിൾ സ്കോളർ എന്താണ് ചെക്ക് ചെയ്യുന്നത്. അതിൽ സ്കോളർലി വെബ്സൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് there are lots of scholarly websites like PubMed, ResearchGate, JSTOR, IEEE Explore, Springer Link, Science Direct, Academia.edu, Wiley Online, etc. അങ്ങനെ അനേകായിരം സ്കോളർലി വെബ്സൈറ്റുകളുണ്ട്. ഈ വെബ്സൈറ്റുകളിൽ നിന്നൊക്കെയുള്ള കണ്ടന്റ് ഗൂഗിൾ സ്കോളർ നമുക്ക് അവൈലബിൾ ആക്കി തരുന്നുണ്ട്. ഈ കാണിച്ചേക്കുന്നത് ഗൂഗിൾ സ്കോളറിന്റെ ഒരു ഹോം സ്ക്രീൻ ആണ്. ഇവിടെയാണ് നമ്മൾ ഗൂഗിൾ സ്കോളറിന്റെ കീവേഡോ ആർട്ടിക്കിളിന്റെ നെയിമോ ഓതർ നെയിമോ ഒക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക സെർച്ച് ചെയ്യുന്നത്. ഗൂഗിൾ സ്കോളറിന്റെ ഒരു സാധാരണ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് അക്കാഡമിക് ഡേറ്റാബേസസിൽ നിന്ന് ഗൂഗിൾ സ്കോളറിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗൂഗിൾ സ്കോളർ കുറച്ചുകൂടെ വൈഡ് സ്പെക്ട്രം ഉണ്ട് ഗൂഗിൾ സ്കോളർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ പബ്ലിഷറിനെയും യൂണിവേഴ്സിറ്റികളെയും സ്കോളർലി വെബ്സൈറ്റിനെ ഒക്കെ ആശ്രയിക്കുന്നുണ്ട്. കുറേ വെബ്സൈറ്റുകൾ ആശ്രയിച്ചാണ് നമുക്ക് കണ്ടന്റ് ആ ഒരു സ്പെക്ട്രം ബ്രോഡ് റേഞ്ച് ആണ് അതിന്റെ സോഴ്സസ് എന്ന് പറയുന്നത്. പക്ഷേ സ്കോപ്പസോ വെബ് ഓഫ് സയൻസോ ഒക്കെ പോലെയുള്ള സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് അക്കാഡമിക് ഡാറ്റാബേസസിലാണെങ്കിൽ അതിന്റെ അണ്ടറിൽ വന്നിട്ടുള്ള ആർട്ടിക്കിൾസിനെ മാത്രമേ അതിന് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരാൻ പറ്റുള്ളൂ. ദെൻ ഗൂഗിൾ സ്കോളർക്ക് അനേകം കാര്യങ്ങൾ തരുമെന്ന് പറഞ്ഞാലും നമ്മൾ ഗൂഗിളിന്റെ ഒരു സെർച്ച് എഞ്ചിന്റെ ഒരു ചലഞ്ച് പറഞ്ഞതുപോലെ കുറേ ധാരാളം കണ്ടന്റുകൾ നമുക്ക് ഗൂഗിൾ സ്കോളർ പ്രൊവൈഡ് ചെയ്ത് തരികയും പക്ഷെ നമുക്ക് മോസ്റ്റ് റിലവന്റ് ആയിട്ടുള്ള ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റിനെ നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് ഓരോ റിസർച്ചറിന്റെയും അല്ലെങ്കിൽ ഓരോ എഡ്യൂക്കേറ്റേഴ്സിന്റെയും അവരുടെ ആവശ്യമാണ്. അത് അങ്ങനെ തന്നെ ചെയ്താലാണ് നമുക്ക് ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ കിട്ടുക. നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് ഗൂഗിൾ സ്കോളർ ആണ്. ഒരു 4 അഡ്വാൻറ്റേജസ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് വൺ ഫെമിലിയർ ഇന്റർഫേസ്, സെക്കൻഡ് വൺ സൈറ്റേഷൻ ടൂൾസ്, തേർഡ് വൺ സൈറ്റേഷൻ ട്രാക്കിംഗ്, ഫോർത്ത് വൺ ഫുൾ ടെക്സ്റ്റ് ആക്സസ്. അപ്പൊ അതിൽ ഫെമിലിയർ ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ നമ്മൾ എല്ലാവരും സെർച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് ആര് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്, ഗൂഗിൾ സ്കോളറിനും ഉള്ളത്. നമ്മൾ കീവേഡോ ആർട്ടിക്കിൾ നെയിമോ ഓതർ നെയിമോ ഒക്കെ കൊടുത്ത് നമ്മൾ സെർച്ച് ചെയ്യുന്നു. അതിനുള്ള കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്ത് തരുന്നു, ഡിസ്പ്ലേ ചെയ്ത് തരുന്നു. ഇതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലേണിംഗ് കർവ് കുറയ്ക്കാൻ പറ്റും. അതായത് പഠിച്ച് നമ്മൾ സെർച്ച് ചെയ്ത ആർട്ടിക്കിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു ലേണിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് വന്നിട്ട് സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിൾ സ്കോളർ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ആർട്ടിക്കിൾസിനെയോ കണ്ടന്റിനെയോ ഒക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം ലാഭിക്കാൻ പറ്റും. ഇത് ഒരു കോംപ്ലക്സ് ടാസ്ക് ആണെങ്കിൽ നമുക്ക് കുറേ അധികം സമയം എടുക്കുമല്ലോ. വളരെ സിമ്പിൾ സെർച്ച് ആയതുകൊണ്ട് ഗൂഗിൾ സ്കോളറിലെ അക്കാഡമിക് ഡാറ്റാബേസസിനൊക്കെ പോയി ഡയറക്റ്റ് കണ്ടുപിടിക്കുന്നതിൽ നിന്നും കുറച്ചുകൂടെയൊക്കെ അഡ്വാൻറ്റേജ് നമ്മൾ ഗൂഗിൾ സ്കോളർ യൂസ് ചെയ്യുമ്പോൾ കിട്ടും. നെക്സ്റ്റ് വൺ സൈറ്റേഷൻ ടൂൾസ്. ഗൂഗിൾ സ്കോളർ പ്രൊവൈഡ്സ് ബിൽറ്റ് ഇൻ സൈറ്റേഷൻ ടൂൾസ്. സൈറ്റേഷൻ ടൂൾസ് ഒക്കെ ഗൂഗിൾ സ്കോളർ തന്നെ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേരിയസ് സ്റ്റൈൽസ് ഉണ്ട്. സൈറ്റേഷനുള്ള സ്റ്റൈൽസ് MLA, APA, ചിക്കാഗോ അങ്ങനെയുള്ള ഡിഫറെന്റ് സ്റ്റൈൽസിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സ്റ്റൈൽസിൽ സൈറ്റേഷൻസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട് ഗൂഗിൾ സ്കോളറിന് കാപ്പബിലിറ്റി ഉണ്ട്. ദെൻ നമുക്ക് ഈ സൈറ്റേഷനൊക്കെ നമുക്ക് ബിബ്ലിയോഗ്രാഫിക് ഡാറ്റ, അതായത് സൈറ്റേഷൻസിനെ നമ്മൾ ബിബ്ലിയോഗ്രാഫിക് ഡാറ്റ, അങ്ങനെയുള്ള ബിബ്ലിയോഗ്രാഫിക് ഡാറ്റ ഡിഫറെന്റ് ഫോർമാറ്റ്സ്, ബിബ്ടെക്സും റിസും ഒക്കെ പോലെയുള്ള ഡിഫറെന്റ് ഫോർമാറ്റ്സിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ എക്സ്പോർട്ട് ചെയ്തെടുക്കുന്ന സൈറ്റേഷനെ അല്ലെങ്കിൽ ബിബ്ലിയോഗ്രാഫിക് ഡാറ്റയെ നമുക്ക് റെഫറൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർസ് ആയിട്ടുള്ള എൻഡ് നോട്ട്, സൊറ്റേറോ, മെന്റലി അങ്ങനെയൊക്കെയുള്ള റെഫറൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറുകളിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാനും അപ്പോൾ നമ്മുടെ സൈറ്റേഷൻസ് കൂടും. സെർച്ച് ചെയ്യുമ്പോൾ ആളുകൾക്ക് കൂടുതൽ നമ്മുടെ ജേർണൽസ്, നമ്മുടെ പബ്ലിക്കേഷൻസ് ഒക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ തന്നെ അപ്പോൾ അവർ നമ്മുടെ ജേർണൽസിനെ അവർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മൾ അവരെ സൈറ്റ് ചെയ്യുകയും നോക്കുന്ന ബാക്കിയുള്ള മറ്റുള്ള റിസർച്ചേഴ്സ് ഇതിനെ സൈറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ ആർട്ടിക്കിൾസിൻ്റെ ക്രെഡിബിലിറ്റി കൂടുകയും അതിൻ്റെ വാല്യൂ കൂടുകയും ചെയ്യും. ഓക്കെ,
പിന്നെ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഗൂഗിൾ സ്കോളറിൽ നമുക്ക് സൈറ്റേഷൻസ് എങ്ങനെ ഏത് ഫോർമാറ്റിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്നൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ബിബ്ടെക്സ്, എൻഡ്നോട്ട്, റഫ്മാൻ, റഫ്വർക്സ് അങ്ങനെ കുറേ ഫോർമാറ്റുകളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് സൈറ്റേഷൻസ് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ സൈറ്റേഷൻ ട്രാക്കിംഗ് ആണ്. സൈറ്റേഷൻ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പവർഫുൾ ഫീച്ചറാണ്. ഗൂഗിൾ സ്കോളറിൻ്റെ ഒരു പവർഫുൾ ഫീച്ചറാണ് സൈറ്റേഷൻ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. സൈറ്റേഷൻ ട്രാക്കിംഗ് നമ്മുടെ ഒരു പബ്ലിക്കേഷൻ എത്ര ആളുകൾ സൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഗൂഗിൾ സ്കോളർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് അതിൻ്റെ അക്കാഡമിക് കമ്മ്യൂണിറ്റിയിലുള്ള അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും നമുക്ക് അതുമൂലം മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഫുൾ ടെക്സ്റ്റ് ആക്സസ്. ഫുൾ ടെക്സ്റ്റ് ആക്സസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കണ്ടന്റിനെ ഒരു കീവേഡ് വെച്ചിട്ടോ ഒരു ആർട്ടിക്കിൾ നെയിം വെച്ചിട്ടോ അല്ലെങ്കിൽ ഓതറിൻ്റെ പേര് വെച്ചിട്ടോ ഒക്കെ ഒരു കണ്ടന്റിനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ കണ്ടന്റ് നമുക്ക് റിലവൻ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കണ്ടന്റിൻ്റെ ഫുൾ പേപ്പർ നമുക്ക് പബ്ലിഷ്ഡ് പേപ്പർ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഗൂഗിൾ സ്കോളർ തരുന്നുണ്ട്. എല്ലാ പബ്ലിഷ് ചെയ്ത പേപ്പറിനും ഇല്ല, കുറേ എണ്ണത്തിന് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവയുടെ അബ്സ്ട്രാക്റ്റുകളോ അതിൻ്റെ പ്രിവ്യൂവോ ഒക്കെ നമുക്ക് ഗൂഗിൾ സ്കോളർ പ്രൊവൈഡ് ചെയ്ത് തരാറുണ്ട്. ഉള്ളതിനെ ഫുൾ ടെക്സ്റ്റ് ഉള്ളതിനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആക്സസ് ചെയ്യാനും പറ്റും. ദെൻ നമുക്ക് ടൈറ്റിൽ ഓഫ് ദ വർക്ക്, നെയിം ഓഫ് ദ ആർട്ടിക്കിൾ, നെയിം ഓഫ് ദ ബുക്ക് അല്ലെങ്കിൽ ബുക്ക് ചാപ്റ്റർ എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഡീറ്റെയിൽഡ് ആയിട്ട് പർട്ടിക്കുലർ ഫോർമാറ്റിൽ തന്നെ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും ഗൂഗിൾ സ്കോളർ. ദെൻ ബിബ്ലിയോഗ്രാഫിക് ഡീറ്റെയിൽസ് സെറ്റ്, ഓതർ നെയിം, ജേണല്, ബുക്ക് ടൈറ്റിൽ, പബ്ലിക്കേഷൻ ഇയർ അങ്ങനെയുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെയും നമുക്ക് ഗൂഗിൾ സ്കോളർ വഴി അവൈലബിൾ ആകും. അപ്പോൾ റിസർച്ചേഴ്സിനും അക്കാഡമീഷ്യൻസിനും ഒക്കെ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് യഥാർത്ഥത്തിൽ ഗൂഗിൾ സ്കോളർ എന്ന് പറയുന്നത്. ഇത് ഈ സ്ക്രീനിൽ കാണിച്ചേക്കുന്നത് അങ്ങനെ നമ്മൾ കീവേഡ് ബേസ്ഡ് പല രീതിയിൽ സെർച്ച് ചെയ്യുന്ന ഗൂഗിൾ സ്കോളറിൻ്റെ ഒരു സ്ക്രീനാണ്. ഓതേഴ്സിൻ്റെ നെയിം, പബ്ലിഷേഴ്സിൻ്റെ നെയിം ഒക്കെ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പം സ്മാർട്ട് ഫോൺ ഉള്ളവർക്ക് സോഷ്യൽ മീഡിയ ഒഴിവാക്കാനേ പറ്റാത്ത ഒന്നായി കാലഘട്ടം മാറിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം എന്ന് വേണ്ട എല്ലാം, ത്രെഡ്സ്, എക്സ് എല്ലാം നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പുതിയ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഡേ ടു ഡേ എറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നമുക്ക് കണ്ടന്റ് ഷെയറിങ്ങിനും നമ്മുടെ ഐഡിയ എക്സ്ചേഞ്ചിനും ഇൻഫർമേഷൻ എക്സ്ചേഞ്ചിനും ഒക്കെ നമുക്ക് ഡേറ്റ എക്സ്ചേഞ്ചിനും ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയ വളരെയധികം യൂസ്ഫുൾ ആകുന്നുണ്ട്. സെർച്ചിങ്ങിന് നമ്മൾ ഗൂഗിൾ ഉപയോഗിക്കുന്ന പോലെ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻസ് ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് ഇന്നൊരു ലൈവ് മീഡിയ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കണ്ടന്റ് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ള കണ്ടന്റുകൾ നമുക്ക് കിട്ടാനും ആക്സസ് ചെയ്യാനും ഒക്കെ സോഷ്യൽ മീഡിയ വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻസിനെ കണക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എൻഗേജ് ചെയ്യാനും ഒക്കെ സോഷ്യൽ മീഡിയ വളരെയധികം സഹായകമാകുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റ്വർക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ പേഴ്സണൽ സ്പേസിലുള്ള പേഴ്സണൽ നെറ്റ്വർക്കിങ്ങിനും പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനും മാർക്കറ്റിങ്ങിനായിട്ടുള്ള നെറ്റ്വർക്കിങ്ങിനും ഒക്കെ സോഷ്യൽ മീഡിയ നമ്മളെ സഹായിക്കുന്നുണ്ട്, ഓരോരുത്തരെയും സഹായിക്കുന്നുണ്ട്. നമ്മൾ ഈ സ്ക്രീനിൽ കാണിച്ചേക്കുന്ന കുറേ സോഷ്യൽ മീഡിയയുടെ ലോഗോ ആണ്. ഒന്ന് എക്സ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ലിങ്ക്ഡിന്, യൂട്യൂബ്, പിൻട്രസ്റ്റ് അങ്ങനെ ഉള്ളതിൻ്റെ ലോഗോയാണ് നമ്മൾ ഈ കാണിച്ചേക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇതിനെക്കുറിച്ച് നമുക്ക് ഇതിനെയൊക്കെ നമ്മൾ കളക്റ്റീവായിട്ട് നമുക്കൊരു പേര് പറയാം. നമുക്ക് സോഷ്യൽ മീഡിയ ഫാമിലി എന്ന് പറയാം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഫാമിലി ഇൻക്ലൂഡ്സ് എ വൈഡ് വെറൈറ്റി ഓഫ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഫോർ ക്രിയേറ്റിംഗ്, ഷെയറിംഗ്, എൻഗേജിങ് വിത്ത് കണ്ടന്റ്സ് അക്രോസ് ദ ഗ്ലോബ്. അപ്പോൾ ഈ ലോകത്തിലെ പലതരം കണ്ടന്റുകളായിട്ടും മറ്റും ഷെയർ ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു അനേകം പ്ലാറ്റ്ഫോമുകളുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്.
സോഷ്യൽ മീഡിയ ഫാമിലി എന്ന് പറയുന്നത്. അതിൽ പ്രൈമറി ആയിട്ട് ഡിസ്കഷന് ഞാൻ പറയുന്നത് ഫേസ്ബുക്കാണ്. ഫേസ്ബുക്കിലൂടെ നമുക്ക് അനേകം കാര്യങ്ങൾ നമുക്ക് ഫേസ്ബുക്കിലൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫേസ്ബുക്കിലൂടെ മാർക്കറ്റിംഗ് ചെയ്യുന്നു, ഫേസ്ബുക്കിലൂടെ ഇതൊരു ന്യൂസായിട്ട് മീഡിയ ആയിട്ട് ആക്ട് ചെയ്യുന്നു, വീഡിയോയും നമുക്കല്ലാതെ തന്നെ ടെക്സ്റ്റായിട്ടും ഒക്കെ നമുക്ക് ഫേസ്ബുക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടന്റ് ഷെയർ ചെയ്യാൻ പറ്റും, ഫോട്ടോസ് ഷെയർ ചെയ്യാൻ പറ്റും, വീഡിയോസ് ഷെയർ ചെയ്യാൻ പറ്റും, ലൈവ് ഡിസ്കഷൻസ് പോസിബിൾ ആകും, ന്യൂസസ് ഷെയർ ചെയ്യാൻ പറ്റും, ബിസിനസ് പ്രൊമോഷൻ നടത്താൻ പറ്റും. മാത്രമല്ല ഇതൊന്നും കൂടാതെ തന്നെ നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, കമ്മ്യൂണിറ്റീസ് ഇതുമായിട്ടൊക്കെയുള്ള ഒരു ക്ലോസ് കണക്ഷനും നമുക്ക് ഫേസ്ബുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാം പ്രൈമർലി ഫോക്കസ് ഓൺ ഫോട്ടോ ആൻഡ് വീഡിയോ ഷെയറിങ്. ഫോട്ടോയും വീഡിയോയും ഷെയർ ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന മാധ്യമമായിട്ട് ഇന്ന് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ പറഞ്ഞാൽ ഇൻസ്റ്റ. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇൻസ്റ്റ ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പം ഇൻസ്റ്റാഗ്രാം ഇന്ന് നമുക്ക് വളരെയധികം പ്രചാരമുണ്ട്. അതായത് സെൽഫ് മാർക്കറ്റിംഗ് ഇന്നത്തെ ഒരു വലിയ ട്രെൻഡാണ്. അപ്പോൾ നമുക്ക് അത് നമ്മുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോം ആണ് ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറീസ്, റീൽസ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം TV, IGTV ഉപയോഗിച്ച് നമുക്ക് കണ്ടന്റിനെ ക്രിയേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതായത് ഷോർട്ട് വീഡിയോസിനെ ക്രിയേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഫീച്ചറാണ് IGTV എന്ന് പറയുന്നത്, ഇൻസ്റ്റാഗ്രാം ടെലിവിഷൻ. ദെൻ ഇൻസ്റ്റാഗ്രാം ഈസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് വിഷ്വലി എൻഗേജിങ് കണ്ടന്റ്സ്. അപ്പം വിഷ്വലി അട്രാക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, ക്രിയേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നമുക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോം, ബ്രാൻഡ് ബിൽഡിങ്ങിനും ഒക്കെ ഒരു പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. നെക്സ്റ്റ് വൺ ഈസ് ലിങ്ക്ഡിൻ. ലിങ്ക്ഡിൻ ആക്ച്വലി ഇറ്റ് ഈസ് എ പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ലിങ്ക്ഡിൻ ഒരു പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഒരു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി റിലേഷൻ കീപ്പ് ചെയ്യാനുള്ള ഒരു മീഡിയ പ്ലാറ്റ്ഫോം അല്ല ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ലിങ്ക്ഡിന് പ്രധാനമായിട്ടും കരിയർ ഡെവലപ്മെന്റിനോ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊഫൈൽ ഡെവലപ്മെന്റിനോ പ്രൊഫൈൽ ബിൽഡിങ്ങിനോ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറയുന്നത് ലിങ്ക്ഡിൻ. ഇതില് പ്രധാനമായിട്ട് കമ്പനീസിന് അവരുടെ ഓപ്പർച്യൂണിറ്റീസ് ഡിസ്പ്ലേ ചെയ്യാം. അപ്പം ജോബ് ഹണ്ടേഴ്സിന് അല്ലെങ്കിൽ ജോബ് സീക്കേഴ്സിനൊക്കെ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി മാത്രമല്ല കമ്പനി HR പ്രൊഫഷണൽസിനൊക്കെ ഡയറക്റ്റ് ലിങ്ക്ഡിനിൽ കയറി കഴിഞ്ഞാൽ ലിങ്ക്ഡിനിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന പ്രൊഫൈലുകളിൽ നിന്നും റെസ്യൂംസ് ഒക്കെ അവൈലബിൾ ആവുക, ബയോഡാറ്റ അവൈലബിൾ ആവുകയും HR ടീമിലുള്ള ആളുകൾക്ക് തന്നെ അത് ഐഡന്റിഫൈ ചെയ്യുകയും അവരെ സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് നയിക്കാനും പറ്റും. അപ്ലൈ ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ആവശ്യക്കാരെ കമ്പനികൾക്ക് തേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഇതെന്ന് പറയുന്നത് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിങ്ക്ഡിനിൽ ഒരു എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് നമ്മുടെ ഒരു കൊളീഗ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ഒരാളിന് നമ്മളെക്കുറിച്ച് സ്പെഷ്യാലിറ്റീസ്, ഇപ്പം ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു അക്കാഡമിഷ്യൻ, ടീച്ചറാണ്, അപ്പോൾ എന്നെക്കുറിച്ച് ഞാൻ ഒരു ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ് പറഞ്ഞിട്ട് ഈ സബ്ജക്ട്സ് ഒക്കെ നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഇന്ന പ്രത്യേകതകൾ എനിക്കുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് എൻ്റെ ഒരു കൊളീഗിന് എന്നെ എന്ത് ചെയ്യാൻ പറ്റും, എൻഡോസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് പറഞ്ഞാൽ കമ്പനീസൊക്കെ മറ്റും അല്ലെങ്കിൽ കമ്പനീസോ ഓർഗനൈസേഷൻസോ ഒക്കെ അവർ നമ്മുടെ പ്രൊഫൈലൊക്കെ കയറി നോക്കുമ്പോഴത്തേക്ക് ഈ എൻഡോഴ്സ്മെന്റ് കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും കുറേയൊക്കെ നമ്മൾ എന്താണെന്ന്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാമെന്ന്, നമുക്ക് ഏതൊക്കെ ഫീൽഡിൽ എക്സ്പോഷർ ഉണ്ടോ എന്നൊക്കെ ഈസി ആയിട്ട് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് ആക്ച്വലി ഒരു ജോബ് സീക്കർ എന്നുള്ള നിലയിൽ നമുക്ക് വളരെയധികം ഉപയോഗപ്പെടും. അതുപോലെ തന്നെ ഈ ലിങ്ക്ഡിൻ്റെ ന്യൂസ് ഫീഡ് ഇൻഡസ്ട്രി ട്രെൻഡ്സിനെയൊക്കെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരും. കമ്പനിയുടെ വർക്കിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ലിങ്ക്ഡിൻ വഴി അവൈലബിൾ ആകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ലേണേഴ്സ് എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത ആളുകളോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ എഡ്യൂക്കേഷൻ ടൈമിൽ, നിങ്ങളുടെ ഗ്രാജുവേഷൻ ടൈമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കുറച്ചുകൂടെ എൻ്റെ പ്രൊഫൈൽ ഒന്ന് ബെറ്റർ ആക്കണം,
കുറെ കൂടെ കൂടുതൽ കണ്ടന്റ് എനിക്ക് ആഡ് ചെയ്യണം, അപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ എനിക്ക് പുതിയൊരു കോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു ട്രെയിനിങ് അക്യൂർ ചെയ്യണം, അങ്ങനെയൊക്കെ നമുക്കൊരു തോന്നൽ വരുന്നത് നമുക്ക് ഇതുപോലെയുള്ള പ്രൊഫൈൽസ് ഒക്കെ ബിൽഡപ്പ് ചെയ്തിടുമ്പോഴാണ്. മറ്റുള്ളവരുടെ പ്രൊഫൈലുകൾ നമ്മൾ കാണുകയും അതുപോലെ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം, നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ നമ്മുടെ പ്രൊഫൈൽ ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം നമുക്ക് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് പ്ലാറ്റ്ഫോം ഈസ് എക്സ്. എക്സിന്റെ മുന്നേ ഉള്ള പേര് ട്വിറ്റർ എന്നാണ് അല്ലേ. നമുക്ക് പ്രധാനപ്പെട്ട പൊളിറ്റീഷ്യൻസ് ഒക്കെ ഇതൊരു പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോം ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ. പൊളിറ്റീഷ്യൻസും നമുക്ക് വളരെ എന്താണ് സൊസൈറ്റിയിൽ പിന്നെ പവർഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ അവർ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അവരുടെ കമൻറ്റുകളും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ 280 ക്യാരക്ടേഴ്സിൻ്റെ ഒരു ലിമിറ്റേഷൻ പറയുന്നുണ്ട്. അതായത് ഷോർട്ട് സെൻറ്റൻസുകളിൽ നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, കണ്ടന്റിനെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്, കണ്ടന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഈ എക്സിൻ്റെ ഒരു പ്രത്യേകത. അപ്പം കറണ്ട് ഇവൻസിനെ കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചും ട്രെൻഡിങ് ടോപ്പിക്സിനെ കുറിച്ചും ഒക്കെയുള്ള ഷോർട്ട് ഡിസ്കഷൻസ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എക്സ്. നെക്സ്റ്റ് ഈസ് യൂട്യൂബ്. യൂട്യൂബിനെ കുറിച്ച് നമുക്കിന്ന് കൂടുതലായിട്ട് യൂട്യൂബ് എന്താണെന്നൊന്നും പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല. യൂട്യൂബിൽ ഇതിപ്പോൾ ഒരു റവന്യൂ ജനറേറ്റിംഗ്, ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലാകട്ടെ ഒരു റവന്യൂ ജനറേറ്റിംഗ് മോഡായിട്ട് മാറിയിട്ടുണ്ട് യൂട്യൂബ്. യൂട്യൂബിൽ വീഡിയോ പ്ലേസ് ചെയ്യുക, അതിൻ്റെ ലൈക്കും കമൻറ്റും ഒക്കെ കൂട്ടുക, അതൊക്കെ വളരെയധികം ഇന്നത്തെ കാലത്ത് സർവ്വസാധാരണമായിട്ടുള്ള ഒന്നായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ അത്രത്തോളം യൂട്യൂബ് സോഷ്യൽ മീഡിയയ്ക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യൂട്യൂബിനകത്ത് നമുക്ക് വീഡിയോസ്, പ്രധാനമായിട്ടും വീഡിയോ ഷെയറിംഗ് ആണ് യൂട്യൂബ് ചെയ്യുന്നത്, യൂട്യൂബിലൂടെ നടക്കുന്നത്. നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും വ്യൂ ചെയ്യാനും അതിന് കമൻറ്റ് ചെയ്യാനും ഒക്കെ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. ദെൻ യൂട്യൂബിൻ്റെ അകത്ത് നമുക്ക് എഡ്യൂക്കേഷൻസും എൻ്റർടൈൻമെൻറ്റിനും ഒക്കെയുള്ള വീഡിയോസ്, അവയർനെസ് വീഡിയോസ്, കൊറോണ ടൈമിലൊക്കെ ഒരുപാട് അവയർനെസ് വീഡിയോസ്, കുറേ ഏറെ അവയർനെസ് വീഡിയോസ് യൂട്യൂബിലൂടെയൊക്കെ നമുക്കൊരു ക്രിട്ടിക്കൽ ടൈമൊക്കെ വരുമ്പോഴത്തേക്ക് യൂട്യൂബ് വഴിയൊക്കെ നമുക്ക് കുറേ ന്യൂസ്, കുറേ അവയർനെസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട് യൂട്യൂബ്. വൈഡ് ഓഡിയൻസ് ആണ് യൂട്യൂബിനുള്ളത്. നമ്മൾ ഏതൊരു വീഡിയോ കാണണമെന്ന് നോക്കിയാലും നമുക്കൊരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ തന്നെ നമുക്കതിൻ്റെ യൂട്യൂബ് വീഡിയോ ഉണ്ടോയെന്നാണ് നമ്മളത് ഇനിഷ്യലി സെർച്ച് ചെയ്യുന്നത്. അത്രത്തോളം പ്രാധാന്യം യൂട്യൂബിന് ഇന്ന് പബ്ലിക്കിൻ്റെ ഇടയിലുണ്ട് എന്ന് അർത്ഥം. നെക്സ്റ്റ് വൺ വാട്സാപ്പ് ഒരു മെസ്സേജിങ് ക്യാപ്പബിലിറ്റി ഉള്ള സോഷ്യൽ മീഡിയയാണ് വാട്സാപ്പ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ടും വോയിസ് മെസ്സേജസും ഇമേജസും വോയിസ് കോൾസിനൊക്കെ സഹായിക്കുന്നുണ്ട് വാട്സാപ്പ്, വീഡിയോ കോൾസിന് സഹായിക്കുന്നുണ്ട്. മിയർലി ഇതൊരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്. വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് പ്രധാനമായിട്ടും വാട്സാപ്പ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഫേസ്ബുക്ക് മെസ്സഞ്ചർ. ഫേസ്ബുക്കിൻ്റെ ഒരു ആഡഡ് ഫീച്ചറാണ് ഫേസ്ബുക്ക് മെസ്സഞ്ചർ എന്ന് പറയുന്നത്. അത് മെസ്സേജിങ് സർവീസസിനൊക്കെ വേണ്ടി, ചാറ്റിങ്ങിനും കണ്ടന്റ് ഷെയറിങ്ങിനും ഒക്കെ വേണ്ടിയാണ് പ്രധാനമായിട്ട് ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ടെലിഗ്രാം അതിൻ്റെ ഒരു പ്രൈവസി ആൻഡ് സെക്യൂർ മെസ്സേജിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടെലിഗ്രാം. അതുപോലെ അതിൻ്റെ അകത്ത് ടെലിഗ്രാം ഗ്രൂപ്പ്സിലൊക്കെ ഉള്ള പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. കുറേ കൂടുതലായിട്ട് മറ്റുള്ള ഈ എന്താ പറയുക സോഷ്യൽ മീഡിയ ഈ മെസ്സേജിങ് സർവീസസിനെയൊക്കെ കാട്ടിയും കുറേ കൂടുതൽ അഡ്വാൻറ്റേജും സെക്യൂരിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ടെലിഗ്രാം എന്ന് പറയുന്നത്. അതിൽ ഒരു ലാർജ് ഗ്രൂപ്പിനെയൊക്കെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ടെലിഗ്രാം എന്ന് പറയുന്ന മെസ്സേജിങ് സർവീസിനുണ്ട്. നെക്സ്റ്റ് ഈസ് പിൻട്രസ്റ്റ്. വിഷ്വൽ ഐഡിയാസ്, ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്യാനാണ് നമ്മൾ പ്രധാനമായിട്ടും പർട്ടിക്കുലർ ഏരിയാസുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാഷൻ, ഹോം ഡെക്കർ, DIY പ്രോജക്ട്സ്, അങ്ങനെയുള്ള പർട്ടിക്കുലർ ഏരിയാസിൻ്റെ ഉള്ള വിഷ്വൽ ഐഡിയാസിനെ എക്സ്പ്ലോർ ചെയ്യാനും അതിനെ ബുക്ക് മാർക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെയാണ് പിൻട്രസ്റ്റ് ഉപയോഗിക്കുന്നത്. അതൊരു ഡിജിറ്റൽ ഇൻസ്പിറേഷൻ ബോർഡാണെന്ന് നമുക്ക് പറയാം. പിൻട്രസ്റ്റ് ഈസ് എ ഡിജിറ്റൽ ഇൻസ്പിറേഷൻ ബോർഡ്. നമുക്ക് ഫ്യൂച്ചറിലേക്ക് ആവശ്യമുള്ള ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിൻ ചെയ്ത് വെക്കാനും സഹായിക്കുന്ന ഒന്നാണ് പിൻട്രസ്റ്റ്. നെക്സ്റ്റ് ഈസ് സ്നാപ്ചാറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മൾട്ടിമീഡിയ മെസ്സേജിങ് ടൂൾ.
മൾട്ടിമീഡിയ മെസ്സേജിങ് പ്ലാറ്റ്ഫോമാണ് സ്നാപ്ചാറ്റ് നമുക്ക് മൾട്ടിമീഡിയ മെസ്സേജസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനും വ്യൂ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്നാപ്ചാറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഫിൽറ്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. വീഡിയോസിന് കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് കൊടുക്കാനും അതിനെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇങ്ങനെ ഇതൊക്കെ ഞാൻ കുറച്ച് നമ്മുടെ ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചാണ് നമ്മളിവിടെ വളരെ കുറച്ച് എണ്ണത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ അനേകായിരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ പുതിയ പ്ലാറ്റ്ഫോംസ്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് 5 ബില്യൺ യൂസേഴ്സ് എക്സീഡ് ചെയ്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. അതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 62% ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ആ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. മോഡേൺ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയ്ക്ക് അനേകം ബെനിഫിറ്റുകളും ചലഞ്ചുകളും ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ അതൊക്കെ പറഞ്ഞിരുന്നു. കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നു, കണക്ടിവിറ്റിക്ക് സഹായിക്കുന്നു, കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന് സഹായിക്കുന്നു. ഗ്രൂപ്പ്സ് ഒക്കെ വഴി നമുക്ക് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനും ഷെയർ ചെയ്യാനും പറ്റും. സ്റ്റേ ഇൻഫോംഡ് ആൻഡ് റെസ്പോണ്ട് ടു ഇവൻറ്റ്സ്. നമുക്ക് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ ഇവൻറ്റും ഒക്കെ നമുക്ക് അറിയാനും അതിന് റെസ്പോണ്ട് ചെയ്യാനും നമുക്ക് പറ്റുന്നു. ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നു. കീപ് പീപ്പിൾസ് കണക്റ്റഡ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കിന്ന് ഒട്ടും സമയമില്ലാത്ത കാലഘട്ടത്തിൽ ആളുകളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയ വളരെയധികം സഹായിക്കുന്നു. ഒരു ഗ്ലോബൽ കണക്ടിവിറ്റിക്കുള്ള ഒരു ഗ്ലോബൽ കണക്ടിവിറ്റിക്കുള്ള പ്ലാറ്റ്ഫോംസ് ആയിട്ട് പല സോഷ്യൽ മീഡിയയും ഇന്ന് ആക്ട് ചെയ്യുന്നു. അത് ഒരു ജോഗ്രഫിക്കൽ ബാരിയേഴ്സിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ പോക്ക്. അത് ഇങ്ങനെ ഉള്ള ഒരു വൈഡ് സ്പ്രെഡിൻ്റെ ഇടയിലും കുറച്ച് ചലഞ്ചസ് ഒക്കെ നമുക്ക് തരുന്നുണ്ട്. ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രചരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. റാപ്പിഡ് സ്പ്രെഡ് ഓഫ് ഫോൾസ് ഇൻഫർമേഷൻ, ഒരു മിസ്ലീഡിങ് ഇൻഫർമേഷനൊക്കെ നമുക്ക് വളരെയധികം നമുക്ക് പല ന്യൂസുകളും നമ്മൾ തന്നെ ഫേക്ക് ന്യൂസൊക്കെ ആണെന്ന് പിന്നീട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വളരെയധികം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് സ്പ്രെഡായി പോയതിന് ശേഷം മാത്രമായിരിക്കും നമ്മളത് അറിയുന്നത്. പിന്നെ അതുപോലെ സെൻസേഷണൽ കണ്ടന്റ്, ഇതിൽ ഫാക്റ്റിനെക്കാട്ടി ഉപരി ചില സമയത്തൊക്കെ സെൻസേഷൻ കണ്ടന്റ് ഷെയർ ചെയ്യുക എന്നുള്ളിടത്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അതൊക്കെ കുറച്ച് ഇഷ്യൂസാണ്. അപ്പം നമുക്കത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൊരു ചലഞ്ചസ് ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. പോളറൈസേഷൻ, സൊസൈറ്റിയിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാനൊക്കെ സോഷ്യൽ മീഡിയയ്ക്ക് സാധിക്കും. സൊസൈറ്റിയിൽ ഡിവൈഡ് ഉണ്ടാക്കാൻ പറ്റും, കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയാസിൻ്റെ ചലഞ്ചസിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യത, അതായത് സോഷ്യൽ മീഡിയ സ്ഥിരമായിട്ട് മറ്റുള്ള ആൾ, നമ്മൾ ട്രെയിനിലോ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ നമ്മൾ ബസ് സ്റ്റാൻഡിലോ ബസ്സുകളിലോ ഒക്കെ ഇരിക്കുമ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് പോലും നോക്കാതെ മൊബൈലുകളിൽ മാത്രം യൂസ് ചെയ്യുന്ന ആളുകളെ നമുക്ക് കുറേ പേരെ കാണാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതെല്ലാം കാണിക്കുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ ഒരു 60 or 70% സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. സോഷ്യൽ മീഡിയയിൽ റെഗുലറായിട്ട് അപ്ഡേറ്റ് വരികയും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ കൂടുതൽ സമയവും നമ്മുടെ റൊട്ടീനിലെ ഏറെക്കുറെ സമയവും സോഷ്യൽ മീഡിയ കവർന്നെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് നിലവിൽ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അവരുടെ ടൈം ഫിക്സ് ചെയ്യുക, എത്രത്തോളം സമയം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യണം. പ്രത്യേകിച്ച് ലേണേഴ്സ് എന്നുള്ള നിലയിൽ നിങ്ങളുടെ സ്റ്റഡി ടൈം എത്ര വേണം, അതുപോലെ ചിലർ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ഉണ്ടാവും, അതിൻ്റെ റിമൈനിങ് ടൈമിലാണ് നിങ്ങൾ ലേണിങ്ങിന് ഉപയോഗിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ളവർ നമ്മൾ മാക്സിമം നമ്മുടെ സമയം സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. പക്ഷേ നിങ്ങൾ ഓരോന്നിനും ഓരോ സ്പെസിഫിക് ടൈം വെച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ പല ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോകും. സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക് പോസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യാനും ഇമേജസ് അപ്ഡേറ്റ് ചെയ്യാനും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ടാണ്. ഇൻഫർമേഷൻ എക്സ്ചേഞ്ചിനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്.
നെക്സ്റ്റ് ഈസ് ക്രെഡിബിലിറ്റി ഓഫ് ദ കണ്ടന്റ്സ് അവൈലബിൾ ഓൺലൈൻ. അതായത് എത്രത്തോളം റിലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് നമുക്ക് ഇന്ന് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ അങ്ങനെയുള്ള കണ്ടന്റുകൾ നമുക്ക് ഒരു കണ്ടന്റ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മളത് ട്രൂത്ത് ആയിരിക്കും അല്ലെങ്കിൽ അത് ട്രൂ ആയിരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ മുന്നേ കൂട്ടി തന്നെ നമ്മൾ അതിനെ വിലയിരുത്താൻ പാടില്ല. നമ്മൾ സ്റ്റഡി ചെയ്യണം. മറ്റുള്ള സ്ഥലങ്ങളിലും സെർച്ചിങ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റഡി നടത്തുക, സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നമുക്ക് ആ കണ്ടന്റിന്റെ ഒരു ക്രെഡിബിലിറ്റിയെ കുറിച്ച് മനസ്സിലാകുന്നത്. എന്നിട്ട് മാത്രം നമ്മൾ അതിനെ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഫാക്ട് ചെക്കിങ്. അപ്പൊ ഫാക്ട് ചെക്കിങ്ങിന് ഒരു റോളുണ്ട്. ഫാക്ട് ചെക്കിങ് നമുക്ക് എങ്ങനെ, ശരിയാണോ തെറ്റാണോ, ഇത് കറക്റ്റ് എവിഡൻസ് ഉള്ളതാണോ, പ്രൂഫ് ഉള്ളതാണോ, ഈ പറയപ്പെട്ട സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ, അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് റിസൾട്ടിലേക്ക് എത്തുക. അപ്പൊ ഫാക്ട് ചെക്കിങ് പറയുകയാണെങ്കിൽ ഈ സ്ലൈഡിൽ കാണിച്ചേക്കുന്നത് പോലെ ആദ്യം നമ്മൾ കണ്ടന്റിനെ ഒന്ന് ചെക്ക് ചെയ്യാം. വാട്ട് ഈസ് ട്രൈങ് ടു ടെൽ മീ, ഈ കണ്ടന്റ് എന്താണ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്, എന്നിലേക്ക് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. നെക്സ്റ്റ് വൺ, വെരിഫൈ ദ സോഴ്സ്. ഇത് എവിടെ നിന്ന് വന്നു, ഈ കണ്ടന്റിന്റെ സോഴ്സ് കറക്റ്റ് ആണോ, ഇത് വന്നേക്കുന്ന സോഴ്സ് കറക്റ്റ് ആണോ, അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ദെൻ പേ അറ്റൻഷൻ ടു ദ ഡീറ്റെയിൽസ്. അതായത് ആർ ദ ഇമേജസ് റിയൽ ഓർ പ്രൂഫായിട്ട് കൊടുത്തേക്കുന്ന ഇമേജസ് റിയൽ ആണോ, അതോ ഇമേജ് മാനിപ്പുലേഷൻ നടത്തി, ഓൾട്ടർനേഷൻ അല്ലെങ്കിൽ മാനിപ്പുലേഷൻ നടത്തിയ ഇമേജ് ആണോ, ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഡേറ്റുകളൊക്കെ ഫാക്ച്വൽ ആണോ, കറക്റ്റ് ആണോ, അത് വരാൻ സാധ്യതയുണ്ടോ എന്ന് മറ്റുള്ള ഇൻഫർമേഷനും നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷനുമായിട്ടൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദെൻ ഫൈനലി തിങ്ക് ബിഫോർ യു ഷെയർ. ഷെയർ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾക്കും കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന കണ്ടന്റിനെ എല്ലാം അതുപോലെ ഷെയർ ചെയ്യാതെ ഒന്ന് റിലവൻ്റ് ആണോ എന്ന് അതിൻ്റെ ക്രെഡിബിലിറ്റിയും അതുപോലെ തന്നെ ഫാക്ട് ചെക്കും ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം നല്ലൊരു സോഷ്യൽ മീഡിയ യൂസേജിനും ഓൺലൈൻ കണ്ടന്റ് യൂസേജിനും ഒക്കെ നിങ്ങൾ അതിനുള്ളൊരു പരിശ്രമം നടത്തുക. ഓക്കെ, താങ്ക് യു.